വാർഷികവും കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പാറക്കടവ് ALP സ്കൂൾ 58ാമത് വാർഷികവും കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു. ഉദ്ഘാടന യോഗത്തിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോണി പൊടിമറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് അളരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒരു കിഡ്സ് പാർക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച മാനേജ്മെന്റിനെയും സ്കൂൾ അധികൃതരെയും PTA അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ സ്കൂള് മറ്റ് സ്കൂളുകളെ പോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പാറക്കടവ് സ്കൂളിൽ ഇത്ര താല്പര്യത്തോടെ വിടാൻ ഇഷ്ടപ്പെടുന്നത്. അതിനെ ആത്മാർത്ഥമായി അവരുടെ വിദ്യാഭ്യാസത്തെ അവരെ നല്ല മാതൃകയും നല്ല മൂല്യമുള്ള കുഞ്ഞുങ്ങളാക്കി പഠിപ്പിച്ച് മറ്റ് സ്കൂളുകളിലേക്ക് അയക്കുന്ന നല്ലവരായ അധ്യാപകർ, അതിനോട് ചേർന്ന് നിൽക്കുന്ന PTA. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയെ പഞ്ചായത്ത് വേണ്ട വിധത്തിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഈ വർഷവും പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സാധാരണ പഞ്ചായത്തിൽ 7 പ്രൊജക്റ്റുകൾ വെക്കുമ്പോൾ 14ഉം 15ഉം പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ നിർവഹിച്ചു. ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കാൻ. അന്ന് അപ്പുറത്തെ കാര്യങ്ങളോട് പുറകെ അക്കരെ കടന്നുപോയി വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാതെ ഒരു കാലത്ത് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു സ്കൂള് ഈ 88 വർഷക്കാലം സ്തുത്യർഹമായ സേവനമാണ് ഇവിടെ കാഴ്ചവെച്ചത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നത് എല്ലാ പൊതുവിദ്യാലയങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ പറയും ഇംഗ്ലീഷ് മീഡിയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഞാനിപ്പോ സോണിയോട് പറയുകയായിരുന്നു, ഇവിടെ ഈ പ്രദേശത്തെ ആളുകൾ പോകുന്നത് ഒരുപക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമായിരിക്കില്ല. ഇവിടെ നമുക്ക് പാലം വന്നു, നല്ല റോഡുകൾ വന്നു, നമ്മുടെ മുൻപിലുള്ള മറ്റു സ്കൂളുകളുടെയൊക്കെ വാഹനങ്ങൾ നമ്മുടെ ഓരോ മുക്കിലും മൂലയിലും എത്തി കുട്ടികളെ കൊണ്ടുപോകാൻ മാത്രമുള്ള സൗകര്യങ്ങളുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറച്ചുകൂടി നമ്മുടെ ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കെട്ടും മറ്റുമുള്ള വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കള് താല്പര്യം കാണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാനേജ്മെന്റ് അതിനനുസരിച്ച് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റ് തയ്യാറാണ് എന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ മുൻപുണ്ടായിരുന്ന കെട്ടിടമൊക്കെ മാറി നല്ല കെട്ടിടങ്ങൾ വന്നു. ഒരു പ്രൈമറി വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യപ്രദമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ പാറക്കടവ് സ്കൂളിൽ. ഇന്നിപ്പോ നല്ല ഒരു കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ മാനേജറിനോട് പറഞ്ഞു, ഒരു ചെറിയൊരു ലിസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ പഠിച്ച ഇവിടെ നിന്ന് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ലൊരു തുക അതിനായി സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ സ്കൂള് ഇതിന് മുൻകാലങ്ങളിലും ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ചെയ്തു കൊടുത്ത ആ ഒരു നേട്ടം എന്തൊക്കെയാണ്. ഇവിടെ പഠിച്ചവരാണ്, അവര് പുറം ലോകത്തേക്ക് ചെന്ന് നല്ല ജോലിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ സ്വന്തം സ്കൂളിന് ഒരു അവിസ്മരണീയമായ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി അവർ കൈകോർത്തു എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം രക്ഷിതാക്കളും അതുപോലെ തന്നെ PTA കമ്മിറ്റിയും മാനേജ്മെന്റും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇന്നിപ്പോൾ ഒരു കിഡ്സ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത്. സ്കൂൾ മാനേജർ TS മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ PC രേഖ, സിന്ധു ടോമി, ഹെഡ്മാസ്റ്റർ ബിജു മാത്യു, SMC ചെയർമാൻ MV കുഞ്ഞിരാമൻ, മദർ PTA പ്രസിഡന്റ് ഷിൻസി കുരുവിള, PTA പ്രസിഡന്റ് ജിൻഡോ ആന്റണി എന്നിവർ പ്രസംഗിച്ചു.
ചടങ്ങിൽ പതിപ്പ് പ്രകാശനം, സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടന്നു. തുടർന്ന് അധ്യാപകരും മദർ പി ടി അംഗങ്ങളും അവതരിപ്പിച്ച തിരുവാതിര, അങ്കണവാടി, പ്രീ പ്രൈമറി, പ്രൈമറി കുട്ടികളുടെ കലാസന്ധ്യ എന്നിവയും നടന്നു. കൊള്ളാലോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ്. ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ 16 മുതൽ 21 വരെ ദി ബിഗ്ഗസ്റ്റ് ചെയിൻ ഫെസ്റ്റ് ആരംഭിക്കാൻ പോവാ. ചെയിനുകൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നത്. അവരുടെ ഓഫർ കേട്ടല്ലോ, ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ.